ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ഗിവ് അവേനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ ഗൈസ്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അവൻ്റെ പേര് മിയോ എന്നാണ്. അവൻ വന്നിട്ട് എനിക്ക് മാമത്ത് ഫ്രൂട്ട് തന്നിട്ടുണ്ടായിരുന്നു. മാമത്ത് ഫ്രൂട്ട് തന്നിട്ട് അവൻ പറഞ്ഞു നീ പോയിട്ട് ഗിവ് അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഓഫറിന് മുമ്പ് ചെയ്ത ഗിവ് അവേ ഒന്നും പ്രാവശ്യം പാളിപ്പോവില്ല. അപ്പം എൻ്റെ കയ്യിൽ മാമത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഐറ്റംസ് ഇപ്പോഴും എടുക്കണം ഗൈസ്. അപ്പം എൻ്റെ കയ്യിൽ മാമത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ പറഞ്ഞു ഗിവ് അവേ ചെയ്യാനാണ് അവൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിഷു കഴിഞ്ഞിട്ട് മാമത്ത് ഗിവ് അവേ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു ഗൈസ്. പിന്നെ ഗൈസ്, നമ്മളുടെ കയ്യിൽ മാമത്ത് വന്നിട്ട് വിഷു കഴിഞ്ഞിട്ട് നമ്മൾ ഗിവ് അവേ ചെയ്യും. പിന്നെ നമ്മൾ നേരത്തെ ഒരു ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓഫറിൽ വന്നിട്ട് വെനം ഫ്രൂട്ടായിരുന്നു. അപ്പോൾ ആ ഓഫറിൽ വന്നിട്ടില്ലേ മറ്റേ ഏപ്രിൽ 1-ാം തീയതി എല്ലാവരുടെയും യൂസർ നെയിം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും കമൻറ്റ് ചെയ്തില്ല. അത് കാരണം ആ വെനം ഫ്രൂട്ട് ഞാനിനെ കഴിച്ചു. അപ്പം അതിന് മുമ്പ് ചെയ്ത ഗിവ് അവേ ഉണ്ടായിരുന്നു ഗൈസ്. അതിൽ നമ്മൾ സ്പിൻ ചെയ്തപ്പോൾ ഹാഷിറാമ പറഞ്ഞ പോലെ തന്നെയായിരുന്നു കിട്ടിയത്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ വരാൻ പറഞ്ഞു. അപ്പോൾ അവൻ ഓൺലൈനിൽ വന്നേ ഇല്ല, ഫുൾ ഓഫ്ലൈൻ ആയിരുന്നു. അത് കഴിഞ്ഞ് അവൻ്റെ ഈ ലക്ക് പോയി. അത് കഴിഞ്ഞ് അങ്ങനെയൊന്നും ആരും ചെയ്യാൻ പാടില്ല ഗൈസ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഓൺലൈനിലൊക്കെ ഒന്ന് വരിക. അപ്പോൾ നമ്മൾ മാമത്ത് തരാം ഗൈസ്. അപ്പം പിന്നെ ഗൈസ്, എൻ്റെ ഒരു പുതിയ ഫ്രണ്ട് ഉണ്ട് ബ്ലോക്സ് ഫുഡ്സ് പറഞ്ഞിട്ട്. അവൻ C1-ലാണ്. അത് കാരണം അവന് മാമത്ത് കിട്ടില്ല. കാരണം ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാലൂല്ലേ മാമത്ത് കിട്ടില്ല. കാരണം അവൻ C1-ലാണ് ഗൈസ്. C2-ലിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം ട്രേഡ് ചെയ്തിട്ട് ഫ്രൂട്ട് കൈമാറാൻ പറ്റുള്ളൂ. ഇപ്പോൾ C1-ൽ പോയിട്ട് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന മാമത്ത് ക്യുപ്പ് ചെയ്തിട്ട് ഡ്രോപ്പ് ബട്ടണിൽ അമർത്തിക്കഴിഞ്ഞാലും അവന് കിട്ടില്ല. കാരണം സ്റ്റോർ ചെയ്ത ഐറ്റം ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് അതിൽ എഴുതി കാണിക്കും ഗൈസ്. അത് വേറൊരു പ്രശ്നമുണ്ട്. അപ്പം മറ്റേ ബ്ലോക്സ് ഫ്രൂട്ട്സ് പറഞ്ഞ പോലെ തന്നെ കിട്ടില്ല. അപ്പം നമ്മൾ എന്തായാലും അവനെ C2 ഒക്കെ എന്തായാലും എത്തിക്കും. അത് കഴിഞ്ഞിട്ട് മാമത്ത് ഗിവ് അവേ കഴിഞ്ഞതിന് ശേഷം പിന്നെ കിട്ടുന്ന ഒരു ഗിവ് അവേയിൽ നമ്മൾ എന്തായാലും അവന് കൊടുക്കില്ല. അവൻ്റെ യൂസർ നെയിം എടുത്തിട്ട് സ്പിന്ന് ചെയ്ത് അവന് കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും. ഇനിയിപ്പോൾ അവന് കിട്ടിയില്ലെങ്കിൽ തന്നെ അവന് നമ്മൾ വേറൊരു ഫ്രൂട്ട് എന്തായാലും ട്രേഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഗൈസ്. നമ്മളല്ലാണ്ട് ഗിവ് അവേയിൽ വന്നിട്ട് ഒത്തിരി അങ്ങനെ സ്പിന്ന് ചെയ്യാണ്ട് അവന് മാത്രം അങ്ങനെ എടുത്ത് കൊടുക്കില്ല. നമ്മളെന്തായാലും സ്പിന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആൾക്കേ കൊടുക്കുള്ളൂ. അപ്പം മറ്റേ ബ്ലോക്സ് ഫ്രൂട്ട്സ് പറഞ്ഞ പോലത്തെ അധികം ഫ്രൂട്ടുകളൊന്നുമില്ല. അത് കാരണം C2-ൽ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തായാലും ഒരു ഫ്രൂട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവൻ്റെ യൂസർ നെയിം എടുത്തിട്ട് പിന്നെ മാമത്ത് ഗിവ് അവേ ഇല്ലേ, മാമത്ത് ഗിവ് അവേ ചെയ്ത് കഴിഞ്ഞിട്ട് അവനെ C2-ൽ എത്തിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ അവനൊരു ഫ്രൂട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ വന്നിട്ട് അവൻ്റെ യൂസർ നെയിം എടുത്തിട്ട് മറ്റേ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും ഗൈസ്. ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റും ചെയ്യിപ്പിക്കാം. അപ്പം പിന്നെ ഗൈസ്, നമ്മൾ വേറെ C1-ലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഹോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫ്രൂട്ടും നമ്മൾ ബ്ലോക്സ് ഫ്രൂട്ട്സിന് കൊടുക്കും ഗൈസ്. ബ്ലോക്സ് ഫ്രൂട്ട്സ് പറഞ്ഞ പോലത്തിന് അതേമാതിരി നമ്മൾ കുറേ ആൾക്കാർക്ക് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനും എൻ്റെ ഒരു പുതിയ ഫ്രണ്ടാണ്. അപ്പോൾ അവന് നമ്മൾ സഹായം ചെയ്യും ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നവരൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക, എല്ലാം ചെയ്യുക ഗൈസ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്. പിന്നെ ഗൈസ്, എല്ലാവർക്കും ഒന്നും കൂടെ അഡ്വാൻസ് ഹാപ്പി വിഷു ഗൈസ്. വിഷു ആയിട്ടില്ല, അപ്പോൾ അഡ്വാൻസ് ഹാപ്പി വിഷു പറയണം ഗൈസ്. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.